കാരണം കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു. എൻ്റെ പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പ് എൻ്റെ മോൻ ചോദിക്കും, മോം ആർ യു ഗോയിങ് ടു ഡു ദാറ്റ് ബോറിംഗ് ലോങ് ഐറ്റം ഭരണം എന്ന് ചോദിക്കും. പക്ഷെ ഓസ്ട്രേലിയയിലും യു കെയിലും ഒക്കെ പോയിട്ട് ഭരണം കളിച്ചു കഴിഞ്ഞിട്ട് വലിയ കയ്യടിയാണ്. അപ്പോൾ ഈ വലിയ കയ്യടി കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊന്ന് ഷൂട്ട് ചെയ്ത് അവനെ കൊണ്ടുവന്ന് കാണിക്കണം. ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, ഭരതനാട്യം മരിച്ചിട്ടില്ല എന്നൊന്ന് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ക്യാപ്റ്റൻ ലക്ഷ്മി വേദിയിലേക്ക് നവ്യ നടനത്തിനായി ഹാർദമായി സ്വാഗതം. കരഘോഷങ്ങളോടെ സ്വാഗതം ചെയ്യാം, നിറഞ്ഞ കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം നവ്യ നായർ ഓൺ ടു ദി സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ഇങ്ങനെ പുതിയ വർഷത്തിൽ എൻ്റെ ആദ്യത്തെ നൃത്ത പരിപാടിയാണ്. എല്ലാവരോടും ഞാൻ മുൻകൂട്ടി ചോദിക്കട്ടെ, ഇന്നലെ ഇവിടെ പ്രകാശേട്ടനും മട്ടന്നൂരാശാനും ഒക്കെ വന്നിരുന്നു എന്ന് എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ അയച്ചു തന്നു. ഇങ്ങനെ എല്ലാവരും മൊബൈലിലൊക്കെ ക്യാമറ ഒക്കെ ഓൺ ചെയ്തിട്ടില്ല. അപ്പം ഞാനിവിടെ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഇവരടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം സോളോ, ഭരതനാട്യം, കച്ചേരി. ഞാൻ സിനിമാറ്റിക് ഡാൻസ് ഒന്നും കളിക്കില്ല. അപ്പം അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ മെൻഷൻ ചെയ്യണം. കാരണം ഞാൻ മുൻകൂട്ടി പറയാണ് കേട്ടോ, ഞാനൊരു പ്യുവർ ക്ലാസിക്കൽ കച്ചേരിയാണ് ഇവിടെ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് പെർഫോമൻസിനും എന്താ പറയുക, അല്ലാത്ത ഗാനമേളകൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നല്ല പരിചിതമായ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ ഉപയോഗിക്കുന്ന ഡാൻസിൻ്റെ ഭാഷ തമിഴായിരിക്കും. ഞാൻ ഉപയോഗിക്കുന്ന ഡാൻസിൽ ഉപയോഗിക്കുന്ന പാട്ടിൻ്റെ ഭാഷ ചിലപ്പോൾ സംസ്കൃതമായിരിക്കും, ചിലത് തെലുങ്കായിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാനതിനെ നിങ്ങൾക്ക് അതിന് മുൻപ് അങ്ങനെ കഥയും കഥാപാത്രങ്ങളൊക്കെ ഉള്ള എല്ലാത്തിനെയും ഞാൻ എന്നെക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസിക്കൽ കച്ചേരിയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, പിന്നെ ഓഡിയൻസായ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒറ്റ കാര്യം എനിക്ക് ആവശ്യപ്പെടാനുള്ളൂ, സപ്പോർട്ട്. അപ്പം ഞാൻ കയറി വന്നപ്പോൾ തന്നൊരു കയ്യടിയില്ലേ, ആ ഒരു സപ്പോർട്ട് മാത്രം മതി. ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഈ 2026 ആകുമ്പോൾ 25 വർഷമാകും. അപ്പോൾ ഇത്രയും കാലവും നിങ്ങളെല്ലാവരും, ഞാൻ സിനിമ ചെയ്ത കാലങ്ങളുണ്ട്, ചെയ്യാത്ത കാലങ്ങളുണ്ട്. പക്ഷെ എപ്പോഴും മലയാളികൾ എന്നെ കാണുന്നത്, എല്ലാവരും ഈ പത്രത്തിലൊക്കെ എഴുതും അടുത്ത വീട്ടിലെ പെൺകുട്ടി എന്നുള്ള. ഇപ്പൊ പെൺകുട്ടി കുറച്ച് മുതിർന്നു എങ്കിലും അടുത്ത വീട്ടിലെ സ്ത്രീയായിട്ട് അടുത്ത വീട്ടിലെ കുട്ടിയായിട്ട് നിങ്ങൾ എന്നെ കാണുന്നു എന്നുള്ളതിൽ എനിക്ക് അപ്പം നമ്മളോടൊരു പ്രത്യേക സ്നേഹവും പരിഗണനയും ഉണ്ടാവുമല്ലോ എന്നും. ആ പരിഗണനയാണ് വർഷം ഇത്ര കഴിഞ്ഞിട്ടും എന്നെ കാണാൻ നിങ്ങൾ കാത്തു നിൽക്കുന്നതിൻ്റെയും എന്നെ ഇപ്പോഴും കയ്യടിയോടുകൂടി സ്റ്റേജിലേക്ക് വിളിക്കുന്നതിൻ്റെയും ഒക്കെ പിന്നിൽ നിന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. എന്നും എല്ലാ കാലത്തും ഈ സ്നേഹത്തിന് മുന്നിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഗുരുനാഥയായ ശ്രീമതി പ്രിയദർശിനി ഗോവിന്ദ് പ്രിയാക്കയോടുള്ള എൻ്റെ എല്ലാ ആദരവും അർപ്പിച്ചുകൊണ്ട് എന്നെ ഇതുവരെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം നമസ്കാരവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭരതനാട്യം റിസൈറ്റലിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഐറ്റം ഒരു ഗണേശ മല്ലാരിയാണ്. അതൊരു ഭയങ്കര ചെറിയ ഐറ്റമാണ്. എല്ലാ വിഘ്നങ്ങളും തീർക്കാൻ വേണ്ടി നമ്മൾ ഒരു പരിപാടി തുടങ്ങുമ്പോൾ ഗണപതിയെ ഓർത്തിട്ടാണ് തുടങ്ങുന്നത്. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ നൃത്ത ഐറ്റം, ഡാൻസ് മാത്രമുള്ള ഒരു ചെറിയ ഐറ്റമാണ്. ഞാൻ ആദ്യം ഇവിടെ കളിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എൻ്റെ സ്റ്റൈലിസ്റ്റ് ശബരി, അവനിവിടെ വന്ന് ചേർന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഷബു എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, ഭൂഗീന്ദ്ര ശയനം കളിക്കണം ചേച്ചിന്ന്. പക്ഷെ കൊച്ചിയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. പക്ഷെ അനുമോള് ഈ കഴിഞ്ഞ 30-ാം തീയതി
ഞാൻ ചെന്നൈയിൽ പെർഫോം ചെയ്തപ്പോൾ ഞാൻ അനുവിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പൊ അനു 30-ാം തീയതി ഒരു ഹാഫ് ഡേ ബ്രേക്ക് ഒക്കെ എടുത്ത് എൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി ചെന്നൈയിലെത്തി. അതെനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ അനു അന്ന് ഭോഗീന്ദ്ര ശയനം കണ്ടിട്ടുള്ളതുകൊണ്ട് ശബ്ദം ഇതുവരെ എത്തിയിട്ടില്ലാത്തത് കൊണ്ടും ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ശരി എന്നാൽ അനുവിന് ഡെഡിക്കേറ്റ് ചെയ്ത ആദ്യത്തെ ഐറ്റം ഗണേശ മല്ലാരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നൃത്തം പഠിച്ച ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? നൃത്തം പഠിച്ച കുട്ടികളൊക്കെ ഒന്ന് കൈ ഉയർത്തി കാണിക്കോ? ഓ, കുറച്ചു പേരേ ഉള്ളൂ. പഠിച്ച ആൾക്കാർ ഇത്രയുള്ളോ? ഭരതനാട്യം പഠിക്കണവരൊക്കെ നോക്കട്ടെ. ആ, കുറച്ചു പേരുണ്ട്. അപ്പൊ ശരി, തുടങ്ങല്ലേ? യെസ്. ഗണേശായ നമഃ.
പോറ്റി ഗണപതി കഴൽ പോറ്റി മുഖ തുന്തി ഗണപതി കടൽ 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 പോറ്റി തുന്നം തത്തി തുന്നം തത്തി കട്ട തുതാൻ തത്തി കട്ട തുതാൻ തത്തി കട്ട തുതദ്വി തുന്നം തത്തി തുന്നം തക്ക തത്തി കട്ട തുതാൻ തക്ക തത്തി കട്ട തുതാൻ തക്ക തത്തി കട്ട തുതദ്വി തുന്നം തത്തി തുന്നം തക്ക ദിക്കു തത്തി കട്ട തു തക്ക ദിക്കു തത്തി കട്ട തു തക്ക ദിക്കു തത്തി കട്ട തു ശരണം ശരണം ഭഗവതി ശരണം ഭഗവതി അഹം പ്രകൃതി Namaskaram. So I'm moving on to the next piece. Jitin, be careful. I'm moving on to the next item. ഭരതനാട്യം കച്ചേരി സമ്പ്രദായത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ് വർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർണ്ണത്തിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന ഐറ്റംസൊക്കെ അഭിനയ പ്രാധാന്യമുള്ള ഐറ്റംസാണ്. പൊതുവെ ഈ പുഷ്പാഞ്ജലി പോലെ അല്ലെങ്കിൽ മല്ലേരി പോലെയൊക്കെ ഞാൻ ആദ്യം തുടങ്ങിയത് നൃത്തത്തിന് മാത്രം പ്രാധാന്യമുള്ള ഇനമാണ്. വർണ്ണമാണ് ഇതിന് രണ്ടിനും കൂടി ഒരുപോലെ പ്രാധാന്യമുള്ളത്. നൃത്തത്തിനും നാട്യത്തിനും ഒരേപോലെ പ്രാധാന്യമുള്ളത് വർണ്ണമാണ്. ഈ വർണ്ണം മാതേ മലയധ്വജ പാണ്ഡ്യ സഞ്ജാതി മാതംഗ വദന ഗുഹ എന്ന് തുടങ്ങുന്ന ഒരു വർണ്ണമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഖമാസ് രാഗത്തിലുള്ള ആദ്യ താളത്തിലുള്ള ഒരു വർണ്ണമാണ്. അപ്പോൾ ഇത് ഞാൻ എന്തൊക്കെയാണ് അവതരിപ്പിക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇതൊരു ലോങ് ഐറ്റമാണ്. ആ ലോങ് ഐറ്റം കണ്ടുകൊണ്ടിരിക്കുമോ? ഞാൻ പിന്നെ വർണ്ണം കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പ് എൻ്റെ മോൻ ചോദിക്കാം, മോം ആർ യു ഗോയിങ് ടു ഡു ദ ബോറിംഗ് ലോങ് ഐറ്റം വർണ്ണം എന്ന് ചോദിക്കും. പക്ഷെ ഓസ്ട്രേലിയയിലും UK യിലും ഒക്കെ പോയിട്ട് വർണ്ണം കളിച്ചു കഴിഞ്ഞിട്ട് വലിയ കയ്യടിയാണ്. അപ്പോൾ ഈ വലിയ കയ്യടി കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊന്ന് ഷൂട്ട് ചെയ്ത് അവനെ കൊണ്ടുവന്ന് കാണിക്കണം. ഇല്ല മരിച്ചിട്ടില്ല, ഭരതനാട്യം മരിച്ചിട്ടില്ല എന്നൊന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതുപോലെ ഇവിടെ ആവുമെന്ന് വിചാരിക്കുന്നു, അറിയില്ലല്ലോ. ഓരോ വേദിയും ഭഗവാൻ തീരുമാനിക്കുന്ന പോലെ ഇരിക്കുക അല്ലേ. നമ്മൾ എത്ര നന്നായി കളിക്കുന്നു, എത്ര എനർജി നമുക്ക് കിട്ടുന്നു. ചിലപ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോവാം. ബിക്കോസ് വി ആർ നോട്ട് മഷീൻസ്. എന്തൊക്കെയോ ഭഗവാന്റെ അനുഗ്രഹത്തിൽ നടക്കുന്നു. അപ്പോൾ ഇതിൽ ദേവിയെയാണ് സ്തുതിക്കുന്നത്, ദേവിയെയാണ് വർണ്ണിക്കുന്നത്. മറ്റു പദവർണ്ണങ്ങളിലൊക്കെ ഉള്ള മാതിരി വിരഹമല്ല ഈ വർണ്ണത്തിൽ. ഇതിൽ ഭക്തിയാണ്. ഈ വർണ്ണം ഒരു ദരുവർണ്ണമാണ്. താനവർണ്ണം, പദവർണ്ണം, ദരുവർണ്ണം അങ്ങനെയാണ് വർണ്ണങ്ങൾക്കൊക്കെ ഒരു വിഭേദമുണ്ട്. അപ്പോൾ അതിൽ ദരുവർണ്ണമാണ് ഈ ഖമാസ്, മലയധ്വജം. അപ്പോൾ ഇതിൽ ദേവി എങ്ങനെയാണ് ഉണ്ടായത്? ഈ ദേവി ഉണ്ടായത് പാണ്ഡ്യ രാജാവിന്, അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം ഒരുപാട് പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു യാഗം നടത്തും. ആ യാഗത്തിൽ പെട്ടെന്ന് ഒരു കുഞ്ഞിങ്ങനെ വരികയാണ്. പെട്ടെന്ന് വരികയാണ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞിനെ നോക്കുമ്പോൾ ആ കുഞ്ഞിന് 3 സ്തനങ്ങളുണ്ട്. ഷീ ഹാഡ് 3 breasts. അപ്പോൾ ഇദ്ദേഹത്തിനും ഭാര്യയ്ക്കും വളരെ വിഷമമായി പോകും. 3 സ്തനങ്ങളോടുകൂടി ഒരു കുഞ്ഞെന്നൊരു പെൺകുട്ടി, അതൊരു വല്ലാത്ത വിഷമമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരു അശരീരി കേൾക്കും. എന്താണ്? എപ്പോഴാണോ ദേവി ഒരു രാജാവിനെയല്ല മറിച്ച് അവൾ ഭരിക്കാൻ പോകുന്ന പുരുഷനെ കാണുന്നത്, അദ്ദേഹം ദൈവതുല്യനായിരിക്കും. അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് ഈ 3 സ്ഥലങ്ങൾ എന്നുള്ളത് മാറി 2 സ്ഥലങ്ങളോട് കൂടിയ
പൂർണ്ണ രൂപിയായ സ്ത്രീയായി മാറുമെന്ന് അശരീരി കേൾക്കും. ആ അശരീരി കേൾക്കുന്നതോടുകൂടി അവർക്ക് സന്തോഷമാവും. കാരണം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ കുഞ്ഞ് സാധാരണ ഒരു കുഞ്ഞല്ല. ഷീ ഈസ് ഗോയിങ് ടു ബി റിയലി ഡിവൈൻ, ദിവ്യശക്തിയുള്ള ഒരു കുഞ്ഞാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ വളരെ സന്തോഷമാവും. അപ്പോൾ ആ കുഞ്ഞ് വളർന്ന് വലുതായി പാട്ടിലും നൃത്തത്തിലും അസ്ത്രവിദ്യയിലും യുദ്ധത്തിലും ഒക്കെ കെങ്കേമത്തിയായിട്ട് മാറും. അങ്ങനെ ഒരു ദിവസം അങ്ങനെ എല്ലായിടും പിടിച്ചടക്കി യുദ്ധത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു ദിവസം പെട്ടെന്ന് മഹാദേവനെ കാണുകയാണ്. ആ മഹാദേവനെ കാണുമ്പോൾ അമ്പും വില്ലും ഉണ്ടായിരുന്ന കയ്യിൽ നിന്ന് അമ്പും വില്ലും ഉതിർന്ന് നിലത്തേക്ക് വീഴും. പെട്ടെന്നാണ് തിരിച്ചറിയുന്നത് ദേവി അവളുടെ ഒരു സ്ഥലം ഇല്ലാതെ പോയിരിക്കുന്നു. അങ്ങനെ ദേവിയും ഭഗവാനും ഒരുമിച്ച് വിവാഹം കഴിച്ച് ഗണപതിയോടും സുബ്രഹ്മണ്യനോടും കൂടി, 2 മക്കളല്ലേ, ഗണേശനും സുബ്രഹ്മണ്യനും, അവരോടൊത്ത് സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് പല്ലവി പറയുന്നത്. അതിനുശേഷം ഈ ദേവി ചണ്ടാമുണ്ട അവരെ കൊന്ന ദേവിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ കാണിക്കുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ഓഫ് ദി വർണ്ണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ഡിഫറെൻ്റ് ആട്രിബ്യൂട്ട്സ് ഓഫ് ദേവി. ദേവിയുടെ സൗന്ദര്യത്തിനെ പറ്റി, മുടികളെപ്പറ്റി, കണ്ണുകളെപ്പറ്റി, അങ്ങനെ ദേവിയുടെ ആ പൂർണ്ണ രൂപത്തിനെ വർണ്ണിക്കുന്നതാണ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ വർണ്ണം. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വർണ്ണം. ജിതിൻ, പ്ലീസ് ഗിവ്. मलयध्वज पाण्ड्यसंजाते मातङ्ग वदन भुव माते मलयध्वज पाण्ड्यसंजाते मातङ्ग वदन भुव माते मलयध्वज पाण्ड्यसंजाते मातङ्ग वदन भुव माते मलयध्वज पाण्ड्यसंजाते. Dalam kutaka tiku taka tadi kita dongtak takkan nak kejam hati dit takkan nak kejam hati jangan takkan nak kejam hati jangan jangan dimmi terati terkedik takkan nak kejam hati dit takkan nak kejam hati jangan takkan nak kejam hati jangan jangan dimmi terati terkedik
തത്തി തക നക ജം തതി ഗമ തക്കൺ നക ജം തതി ഗമ ജമു ദിമി തക അതത്തി തക നക ജം തതി തക നക ജം തതി തന തക്കൺ നക ജം തതി ഗമ ജമു ദിമി തക രിഗ തക 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 നക ജം തതി തക നക ജം തതി തന തക്കൺ നക ജം തതി തന ദിമി തക രിഗ തക 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 നക ജം തതി തക നക ജം തതി തന തക്കൺ നക ജം തതി തന ദിമി തക രിഗ തക 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 നക ജം തതി തക നക ജം തതി തന തക്കൺ നക ജം തതി തന ദിമി തക രിഗ തക 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 നക ജം തതി തക നക ജം തതി കിട്ട തത്തി കിട്ട തത്തി കിട്ട കിട്ട തക 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 നക ജം തക നക ജം തത്തി കിട്ട തത്തി കിട്ട തത്തി കിട്ട കിട്ട തക തത്തി തക നക ജം ജം തക നക ജം ജം ത നക ജം ജം ത തക തക നക ജം ജം തക നക ജം ജം ത തക നക ജം ജം ത തത്തി തക നക ജം തരി കിട കിട തക തി തക നക ജം തരി കിട കിട തക തക നക ജം തത്തി കിട്ട കിട്ട തക തത്തി തതി കിടതും തദ്ദി തതി കിടതും തതി കിടതും തദ്ദി തതി കിടതും തതി കിടതും തതി കിടതും തത്തി തക നക ജം തരി കിട കിട തക തി തക നക ജം തരി കിട കിട തക തക നക ജം തത്തി കിട്ട കിട്ട തക തത്തി തതി കിടതും തദ്ദി തക തതി കിടതും തതി കിടതും തദ്ദി തക തതി കിടതും തതി കിടതും തത്തി തക നക ജം തരി കിട കിട തക തി തക നക ജം തരി കിട കിട തക തക നക ജം തത്തി കിട്ട കിട്ട തക തദ്ദി തതി കിടതും തദ്ദി തക തതി കിടതും തതി കിടതും തദ്ദി തക തതി കിടതും തക തതി കിടതും തതി കിടതും
माते मदय ध्वज पाण्य सुजाते मातंग बदग गुग 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 मातंग बदग गुग माते मदय ध्वज पाण्य सुजाते 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 मातंग बदग गुग मातोदरी शंकरी चामुंडेश्वरी चंद्रकलादतिताय गौरी शागोदरी शंकरी चामुंडेश्वरी चंद्रकलादतिताय गौरी शागोदरी शंकरी चामुंडेश्वरी चंद्रकलादतिताय गौरी
शङ्करि चामुण्डेश्वरि चन्द्रकलादजिताय गौरी शाकोदरि शङ्करि चामुण्डेश्वरि शङ्करि चामुण्डेश्वरि चन्द्रकलादजिताय गौरी शाकोदरि 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 शङ्करि चामुण्डेश्वरि मदनी मनी सा मदनी मागरी सनी पद नीद सार मागरी सनी नी सनी नीद पब ताम ताम तक जनु तदिनी दिवी किट ताम ताम कुकुट दिन जनु तदा पम ताम ताम निगरी निरी सती मितरी किट ताम ताम दति तति कुज जम दति ताम ताम दिली दति जे कुमदनी दगलं सागरी निसतो तडी निदति ताम ताम पद दनि दद सागरी जम मागरी सती मगरी सनिद कदत तदिंगिड तोमाते मलय ध्वज पाड्य सौजाते दादा सकल कलानि पुनच दुदद गिरित मद समय समज सदाद सुरद हृदय मधुर वचन दादा सदद इद तज सुरज यदि तसुत निज भाव रसिकारदा कमलि शूरदा कनावटि श्री कृष्ण राजेन्द्र ये सदा पुरे मय सदति के मनोहर सदते मलय ध्वज पाड्य सौजाते मातंग वरन गुह मादे मलय ध्वज पाड्य सौजाते मातंग वरन गुह मादे
शशिमण्डलमध्यकशामे सकलभुवन सर्वभौमे 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 शशिमण्डलमध्यकशामे शशिमण्डलमध्यकशामे सकलभुवन सर्वभौमे शशिमण्डलमध्यकशामे എല്ലാവർക്കും ഇഷ്ടമായോ? ഞാനിങ്ങനെ ഓരോ പ്രാവശ്യവും പാട്ട് പറയുമ്പോ ഇപ്പൊ തിരുന്ന് വിചാരിച്ചിരിക്കായിരുന്നോ? ബോറടിപ്പിച്ചോ? सकलभुवन सर्वभौमे शशिमण्डलमध्यकशामे सकलभुवन सर्वभौमे शशिमण्डलमध्यकशामे सकलभुवन सर्वभौमे नीत नीत ग ग ग नीत ग ग ग
श्यामे सकल भुवन सर्वभौमे शशिमण्डल मध्यकशामे सकल भुवन सर्वभौमे सकल भुवन सर्वभौमे शशिमण्डल मध्यकशामे सकल सा 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 नि ग नि सा नि ग प म ग म प म प म स म ग म प स नि ग नि नि द नि प द नि म प द नि ग म प द नि स म ग म प द नि स म ग नि स स नि ग प द श्यामे सकल भुवन सर्वभौमे शशिमण्डल श्यामे सकल भुवन सर्वभौमे शशिमण्डल मध्यकशामे सकल भुवन सर्वभौमे शशिमण्डल मध्यकशामे सकल भुवन सर्वभौमे शशिमण्डल मध्यकशामे सकल भुवन सर्वभौमे नी भग म स नि स म नि ग म स नि म नि ग ग नी भग म द नि स म नि ग म स नि म नि ग ग नी भग म द नि स म नि ग म स नि म नि ग ग नि ग नि ग द नि स नि प द स म ग म नि ग नि ग म प द श्यामे सकल भुवन सर्वभौमे शशिमण्डल मध्यकशामे सकल भुवन सर्वभौमे शशिमण्डल मध्यकशामे सकल भुवन